ശ്രീ ആർ വി ബാബുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇത് വളരെ അത്ഭുതകരമാണ്. ശ്രീ അനിൽ വിളയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ നിരവധി ഇത്തരം സംഭവങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്യാത്ത പോലീസ് ആണ് ഇത്തരമൊരു കാര്യത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജനസംഖ്യ ഡെമോഗ്രാഫിക് ട്രാൻസിഷനെ പറ്റി ഗവൺമെൻറ്റിൻ്റെ കണക്ക് വെച്ച് ഞാൻ പറഞ്ഞപ്പോൾ അതിനെതിരെയും കേസെടുത്തിരുന്നു. അത് പ്രൂവ് ചെയ്യാനാകില്ല, കാരണം ഞാൻ തെറ്റല്ല പറഞ്ഞത്, ഗവൺമെൻറ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെന്ന് പറഞ്ഞപ്പോൾ പോലീസിന് തെളിവില്ല എന്ന് കണ്ട് കോടതിയിൽ കേസ് ഇല്ല എന്ന് പറഞ്ഞ് വിഡ്രോ ചെയ്യുകയാണ്, ഇല്ലാതാവുകയാണ്, കേസ് ഇല്ലാതാവുകയാണ് ചെയ്തത്. അതായത് ആർ വി ബാബുവും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 5 വർഷത്തെയോ 10 വർഷത്തെയോ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ ടോട്ടൽ കേരളത്തിൽ എത്ര ഡ്രഗ് കേസുകളുണ്ടായി, അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ ആരെല്ലാമായിരുന്നു എന്നുള്ളവരുടെ ഒരു ലിസ്റ്റ് ചോദിക്കണം. ഇനി ഈ ലിസ്റ്റ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ നിന്ന് കിട്ടില്ല. കാരണം അവിടെ ചോദിച്ചാൽ അവർ പറയും അവരെ വിവരാവകാശ നിയമപ്രകാരം ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണെന്ന്. അതുകൊണ്ട് എല്ലാ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരിൽ നിന്നും കഴിഞ്ഞ 10 വർഷത്തെ ഈ ഡ്രഗ് കേസുകളുടെ വിവരങ്ങൾ ശേഖരിക്കണം. ആ വിവരങ്ങളനുസരിച്ച് ഓരോ വിഭാഗത്തിൽ നിന്നുമുള്ളവരുടെ വിവരം നമ്മൾക്ക് അവരുടെ പേര്, ഓരോ പ്രതിയുടെയും പേര് കൂടി ചോദിക്കുക. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ശ്രീ ആർ വി ബാബുവിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാര്യം സത്യമാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതനുസരിച്ച് ഹൈക്കോടതിയിൽ പോവുകയും ഇത്തരം കേസുകൾ കോഷ് ചെയ്യുകയും വേണം. പക്ഷേ ഇത് നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ അവിടുത്തെ മുഖ്യമന്ത്രിക്കെതിരായ ഒരു പരാമർശം നടത്തിയതിന് ഇതുപോലെ കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികളെടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടത് ഇവരെല്ലാം ഫാസിസ്റ്റ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെയും അങ്ങനെയുള്ള നിരവധി സ്ഥാപനങ്ങളെയും യാതൊരു മടിയുമില്ലാതെ വ്യക്തിഹത്യയും ആക്ഷേപങ്ങളും നടത്തുന്ന സമയം ഇതേ പോലീസ് കേസൊന്നും രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ശ്രീ അനിൽ വിളയിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ നിരവധി സംഭവങ്ങൾ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സത്യം ഇത് പുറത്തു കൊണ്ടുവരേണ്ടതാണ്. അതിന് ശ്രീ ആർ വി ബാബുവിനെ കഴിയുന്നത്ര സപ്പോർട്ട് എല്ലാവരും കൊടുക്കേണ്ടതാണ്. കഴിഞ്ഞ കുറേ നാളുകളിൽ 1 വർഷത്തെയെങ്കിലും പത്രവാർത്തകൾ മാത്രം വെട്ടിയെടുത്താൽ മതി. പത്രവാർത്തകൾ മാത്രം വെട്ടിയെടുത്ത് കൊടുക്കുക. ആർ വി ബാബു അത് ശ്രദ്ധിക്കുക. കഴിഞ്ഞ 1 വർഷത്തെ പത്രവാർത്തകൾ മാത്രം വെട്ടിയെടുത്ത് ശേഖരിച്ച് അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളുടെ കേസിനെ അത് ബലപ്പെടുത്തുന്നതാണ്.